നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടാനും ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണയായി. ഇന്ത്യക്കും ബ്രസീലിനും UN-ൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തെയും ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെയും ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു. ഇന്ത്യ കൂടി അംഗീകരിച്ച പ്രമേയത്തിലാണ് പരാമർശം. ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണെന്നും ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിനിടയിൽ ഒരു മടിയും പാടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അറിയിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പഹൽഗാം ഭീകരാക്രമണം മനുഷ്യരാശിക്കാകെ എതിരായ ആക്രമണമായിരുന്നുവെന്നും ഇന്ത്യയുടെ കൂടെ നിന്ന എല്ലാ രാജ്യങ്ങൾക്കും നന്ദിയെന്നും മോദി പറഞ്ഞു. ഭീകരാക്രമണത്തോടുള്ള നിലപാട് സൗകര്യം അനുസരിച്ചാകരുതെന്നും എവിടെ നടന്നു എന്നത് നോക്കി നയം സ്വീകരിച്ചാൽ അത് മാനവരാശിക്കെതിരാകും എന്നും മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരുപോലെ കാണരുതെന്നും ഭീകരതയെ ഗൗരവത്തോടെ നേരിടുന്നില്ലെന്ന സന്ദേശം പാടില്ലെന്നും ബ്രിക്സിനോട് മോദി വിശദമാക്കി. ഗാസയിലെ മാനുഷിക സ്ഥിതി ആശങ്കാജനകമാണെന്നും സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യ യുദ്ധങ്ങൾക്കെതിരാണെന്നും ചൂണ്ടിക്കാട്ടി. സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിന് അംഗീകാരമായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠനസമയം അരമണിക്കൂർ വർദ്ധിക്കും. രാവിലെ 9:45 ആരംഭിച്ച് വൈകിട്ട് 4:15 വരെയാണ് പുതിയ സ്കൂൾ സമയം. കെട്ടിടം ആരോഗ്യമന്ത്രി തള്ളിയിട്ടതല്ലെന്നും അനാസ്ഥ മൂലം താഴെ വീണതാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്പർ 1 ആണെന്ന് കരുതി വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിലാണ് അപകടമുണ്ടായതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സാധാരണക്കാർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റില്ലെന്നും സിസ്റ്റം ശരിയാക്കാൻ ബാധ്യത മന്ത്രി എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി അറസ്റ്റ്. ജിതിൻ G. നൈനാനെ വീട്ടിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ശനിയാഴ്ച പത്തനംതിട്ടയിൽ നടന്ന പ്രതിഷേധത്തിനു ശേഷം കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ചില്ല് തകർത്തു എന്നാണ് കേസ്. പോലീസ് ബസിന്റെ ചില്ല് തകർത്തു എന്നാണ് കേസ്. വീണ ജോർജിന്റെ കടുത്ത സമ്മർദ്ദത്തിലാണ് പോലീസ് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്ന് ഇത് പോലീസിൽ നിന്ന് തന്നെ ലഭിച്ച വിവരമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. CPM വീണയ്ക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ കോൺഗ്രസുകാർ കടുകിനുള്ളിൽ കയറി ഒളിക്കണമോ എന്നും അദ്ദേഹം ചോദിച്ചു. ജില്ലാ സെക്രട്ടറിക്കും മറ്റു CPM നേതാക്കൾക്കും വീണ ജോർജിനെ കളിയാക്കാം. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്നുവെന്നും പഴകുളം മധു പറഞ്ഞു. ആരോഗ്യമന്ത്രിക്കെതിരായ വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ പരോക്ഷ വിമർശനവുമായി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. അധികാരത്തിൽ ഇരിക്കുന്നത് പെണ്ണാവുമ്പോൾ ചിലർക്ക് ഉശിരു കൂടുമെന്നും എന്നാൽ കൂടെയുള്ള ഒന്നിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണെന്നും PP ദിവ്യ പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ വിമർശനമുന്നയിച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടിയെടുക്കാൻ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. 3 ദിവസത്തിനകം ബന്ധപ്പെട്ട ഘടകങ്ങൾ നടപടിയെടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ക്ഷേത്ര ദർശനത്തിനായി ഇന്ന് ഗുരുവായൂരിലെത്തും. രാവിലെ 9-നും 9:30-നും ഇടയിലാണ് ദർശനം. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാവിലെ 8 മുതൽ 10 വരെ വിവാഹം, ചോറൂണ്, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള സർവകലാശാല പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കം. സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്ന ഇടത് അംഗങ്ങളുടെ ആവശ്യത്തിന് വൈസ് ചാൻസലർ സിസ തോമസ് വഴങ്ങിയില്ല. സസ്പെൻഷൻ സംബന്ധിച്ച് ചർച്ച വേണമെന്നാവശ്യപ്പെട്ട ഇടത് അംഗങ്ങളുടെ സസ്പെൻഷൻ വിഷയം അജണ്ടയിലില്ലെന്നാണ് VC സിസ തോമസ് മറുപടി നൽകിയത്. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദു ചെയ്തു. VCയുടെ ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് മറികടന്നാണ് സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം. രജിസ്ട്രാറെ നിയമിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും സിൻഡിക്കേറ്റിനാണ് ചുമതലയെന്നും VCയുടേത് ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള
തീരുമാനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ റദ്ദു ചെയ്ത്. ഇന്നലെ തന്നെ ചുമതലയെടുക്കാൻ നിർദ്ദേശം നൽകിയതനുസരിച്ച് രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ ഇന്നലെ വൈകിട്ട് 4:30 യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തു. അതേസമയം KSJ അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റതിൽ ജോയിന്റ് രജിസ്ട്രാറോട് VCയുടെ ചുമതലയുള്ള സിസ തോമസ് റിപ്പോർട്ട് നൽകി. ഇന്ന് രാവിലെ 9 മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10,000 വാർഡുകളിലും 10,000 നഗരസഭകളിലും തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിലും ജയം ലക്ഷ്യമിട്ട് BJP സംഘടനാതല പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമിടുന്നു. ഈ മാസം 12-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാർഡ് തല ജനപ്രതിനിധികളുടെ യോഗത്തിൽ ലക്ഷ്യം പ്രഖ്യാപിക്കും. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ 5,000 വാർഡ് പ്രതിനിധികളുടെ സമ്മേളനത്തിലാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുക. ബാക്കിയുള്ള 10 ജില്ലകളിലെയും വാർഡ് പ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ച് ഈ യോഗത്തിൽ വെർച്വലായി പങ്കെടുക്കും. ചാരപ്രവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര വിനോദസഞ്ചാര വകുപ്പിന്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വ്ളോഗർമാരെയും ടൂറിസം പ്രചരണത്തിനായി കൊണ്ടുവരാറുണ്ടെന്നും ചാരപ്രവൃത്തി ചെയ്യുന്ന ആളെന്നറിഞ്ഞിട്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നതെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. നിപയും വയനാട് ഉരുൾപൊട്ടലിനും പിറകെ കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാണ് പ്രശസ്തരായ യൂട്യൂബർമാരെ കൊണ്ടുവന്നതെന്നും വിവാദങ്ങളെ ഭയക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ അതിരൂക്ഷമായ വന്യജീവി തെരുവുനായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതി നിയമനിർമ്മാണവും നടത്തണമെന്നും കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു. വരും തലമുറയെ സനാതനധർമ്മം പഠിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കണമെന്നും ഒപ്പം ഗോശാലയും ആശുപത്രിയും സ്ഥാപിക്കണമെന്നും ഗവർണർ പറഞ്ഞു. തളിപ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ വെങ്കല ശിവപ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നതിൽ ആശ്വാസമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വനാഥൻ. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ വരാതിരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അത് മനസ്സിലാക്കണം. മകന് സ്ഥിര സർക്കാർ ജോലി നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഒപ്പം നിന്നതിൽ നന്ദി അറിയിക്കുന്നുവെന്നും വിശ്വനാഥൻ പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് OPയിൽ രോഗികളെ മൊബൈൽ വെളിച്ചത്തിൽ പരിശോധിച്ച് 30 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ജനറേറ്റർ പ്രവർത്തനരഹിതമാണെന്നാണ് വിവരം. മലപ്പുറം കാളികാവിലെ ആളെക്കൊല്ലി കടുവയെ പിടികൂടി. വനം വകുപ്പിൻ്റെ കെണിയിലാണ് കടുവ വീണ്. ഗഫൂറിനെ കടുവ പിടിച്ചത് മെയ് 15-നാണ്. എന്നാൽ കടുവ കൂട്ടിലായത് 53-ാം ദിനമാണ്. കടുവയെ അമരമ്പലത്തെ വനം വകുപ്പ് കേന്ദ്രത്തിലേക്ക് കൊണ്ട് വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ബാക്കി തീരുമാനമെടുക്കുമെന്ന് ഇന്ന് വനം വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇനി കാട്ടിലേക്ക് തുറന്നുവിടില്ല എന്ന് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ കടുവയുടെ കൂട് വനം വകുപ്പിൻ്റെ വാഹനത്തിലേക്ക് കയറ്റാൻ സമ്മതിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. സോളാർ എവിടെ നോക്കിയാലും സോളാർ തന്നെയല്ലേ. എന്നാൽ സോളാർ വെച്ചാൽ കറന്റ് പോയാൽ കറന്റ് ഇല്ലാതിരിക്കണം എന്നതാണ് വാസ്തവം. സോളാർ പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ പാഴാകുന്നു. ഉപയോഗവും ഇല്ല, മീറ്റർ റീഡിംഗും ഇല്ല, എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം. നിങ്ങൾക്കിതിന് ഒരു പരിഹാരം വേണ്ടേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല, ബാക്കി കറണ്ട് KCBക്ക് കൊടുത്ത വരുമാനവും ലഭിക്കുന്നു. എന്താ, വിശ്വാസമായില്ലേ? അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.